CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയതോടെ അന്വേഷണം ഊർജിതമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നു. അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയതിന് പിന്നാലെ തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേസിലെ നിർണായക വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ ഡിജിറ്റൽ സാമ്പത്തിക തെളിവുകൾ ശേഖരിക്കുന്നതിനും അന്വേഷക സംഘങ്ങൾക്ക് യോഗം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ CMRLും വീണയും മാത്രമല്ല ലക്ഷ്യമെന്നും കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വരവ് ഇതിനോടകം ഉണ്ടായേക്കാമെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ബംഗാളിലെ സന്ദേശ് ഗലി സംഭവത്തോടാണ് മുതിർന്ന ED ഉദ്യോഗസ്ഥർ ഉപമിക്കുന്നത്. റേഷൻ അഴിമതി കേസ് അന്വേഷിക്കാൻ 2024 ജനുവരിയിൽ എത്തിയ ED സംഘത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷേഖിന്റെ അനുയായികൾ ആക്രമിച്ചതിന് പിന്നാലെ ഒന്നിലധികം കേന്ദ്ര ഏജൻസികളാണ് ബംഗാളിലേക്ക് എത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും ഭൂമി കയ്യേറ്റം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെയും CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ, ആയുധങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നുള്ള ബോംബ് സ്ക്വാഡ്, NSG പരിശോധനകൾ എന്നിവയും നടന്നു. പ്രതിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും പാർട്ടിയിൽ നിന്നും 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതേ മാതൃകയിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും CMRL കേസിലും കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് സാധ്യതയുണ്ടെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ രാഷ്ട്രീയമായി വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ EDയും കേന്ദ്ര സർക്കാരും ഈ വഴിക്ക് നീങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതേസമയം CMRL എക്സാലോജിക് കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് ചില പരിമിതികളുണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. അതേസമയം CMRL എക്സാലോജിക് കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് ചില പരിമിതികളുണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. സന്ദേശ് ഗലിയിലേത് പൊതുറേഷൻ വിതരണത്തിലെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമായിരുന്നു. എന്നാൽ വീണയുടെ കാര്യത്തിൽ സ്വകാര്യ കമ്പനിയിൽ നിന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാസപ്പടി വാങ്ങി എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത്. കൂടാതെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വീണയുടെ പേരിൽ നേരിട്ട് ആരോപണങ്ങളില്ല. നിലവിൽ SFIO, ED എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഭൂമി കയ്യേറ്റം, ഗുണ്ടാപിരിവ്, സ്ത്രീപീഡനം, ആയുധങ്ങൾ സൂക്ഷിക്കൽ പോലെയുള്ള കുറ്റകൃത്യങ്ങളില്ലാത്തതിനാൽ കമ്പനി നിയമങ്ങളുടെ ലംഘനവും നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും മാത്രം മുൻനിർത്തി അന്വേഷണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുക എളുപ്പമല്ലെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു.